മകന്റെ കാര്യം പറഞ്ഞ് അമ്മ വീണ്ടും അനുഭവങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതമ്മാന്നൊന്നുമില്ല. അമ്മമാര് അങ്ങനെയാണല്ലേ. മകനും മകൾക്കും ഒക്കെ വേണ്ടിയിട്ട്. ഇവിടെ മകന്റെ ദേഷ്യത്തെക്കുറിച്ച് ഒരമ്മ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ വായിച്ചിരുന്നോന്നറിയില്ല. എനിക്ക് ഉറപ്പില്ല. എന്തായാലും ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ അനുഭവം ഒന്ന് പറയാണ്. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ നിഷ, കോഴിക്കോട് നിന്നാണേ. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിൽ അംഗമാണ്. കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അംഗമായിട്ട്. എൻ്റെ മകൻ്റെ ഒരു കാര്യമാണ്. അവന് പെട്ടെന്ന് ദേഷ്യം വരും. ചെറിയൊരു കാര്യം മതി വല്ലാതെ ദേഷ്യം പിടിക്കും. ഒരു 10 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ സമയം അവന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചു. അമ്പലത്തിൽ പോകുമ്പോഴെല്ലാം കണ്ണനോട് പറയും, ഈ സ്വഭാവം ഒന്ന് ശരിയാക്കണേ, ഞാൻ ത്രിമധുരത്തിൽ പറയാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ മാറ്റങ്ങൾ നോക്കി നോക്കി ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ശരിയാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ശ്രീകാന്ത് സാർ. ഇതൊന്ന് ത്രിമധുരത്തിൽ പറയണേ. ഹരേ കൃഷ്ണ. രാധേ രാധേശ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ അത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമില്ലാതെ അത് സാധിക്കില്ല. പ്രത്യേകിച്ച് ആ പ്രായത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവർ ചെയ്യുന്നതല്ല, അവരെ കൊണ്ട് അവരുടെ പ്രായവും ഒക്കെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. കൃത്യമായിട്ട് അതാണ്. അപ്പം ഭഗവാനെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നല്ലത് മാത്രം പറഞ്ഞ് കൊടുത്ത് 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 അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. എന്താണ്, നമ്മുടെ ഇൻ്റലക്റ്റിനെ, ബുദ്ധിയെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കണം. അങ്ങനെയാകുമ്പോൾ അത് ഇവിടെ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. എന്താ കഥ ഒന്നും പറയാനില്ല.